الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله العظيم. يا أيها الناس توبوا إلى ربكم قبل أن تموتوا وبادروا بالأعمال الصالحة قبل أن تشتغلوا وصلوا الذي بينكم وبين ربكم بكثرة ذكركم له. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെയും അവൻ്റെ ബറക്കത്തുകൾ അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാശകാരികളായ ദൂഷ്യങ്ങളെ കുറിച്ചായിരുന്നു ഏതാനും ദിവസം നമ്മൾ എണ്ണി പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് രക്ഷകാരികളായ ചില നന്മകളുണ്ട്, പുണ്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇനി മുതൽ ഏതാനും കുറച്ച് ദിവസം റമദാനിൻ്റെ മുമ്പ് വരെയുള്ള ദിവസത്തേക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതും അതുപോലെ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ എണ്ണി നമുക്ക് പറഞ്ഞതാണ്. നമ്മുടെ ഹൃദയത്തെ അലങ്കൃതമായി നിലനിർത്താൻ, നമ്മളെ രക്ഷിക്കാനും പര്യാപ്തമായ ചില സദ്ഗുണങ്ങളുണ്ട്, ചില നന്മകളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ നന്മ തൗബ എന്നതാണ്. തൗബ ഒരു ഇബാദത്താണ്. തൗബ ഒരു പുണ്യകർമ്മമാണ്. ഈ തൗബ നമ്മുടെ ഹൃദയത്തെ അലങ്കൃതമാക്കുന്നതാണ്. എന്താ അർത്ഥം? ലൈറ്റും വെളിച്ചും ഒക്കെ നല്ല കാണാൻ നല്ല ചന്തം ഉണ്ടാകുന്നതിനാണല്ലോ അലങ്കൃതം എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ദൂഷ്യങ്ങളൊക്കെ പോയി ഹൃദയം നല്ല തിളക്കമുള്ള, കാണാൻ ചന്തമുള്ള, അത്രയും നല്ല ഗുണവിശേഷണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നായി മാറും നമ്മുടെ ഹൃദയം. അതോടൊപ്പം നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രഥമമായ ഒരു പുണ്യമാണ് തൗബ. പരിശുദ്ധ ഖുർആനിൽ കൽപ്പനകൾ പലതും. നിസ്കരിക്കാൻ കൽപ്പനയുണ്ട്, നോമ്പ് നോക്കാൻ കൽപ്പനയുണ്ട്. അങ്ങനെ കുറെ കൽപ്പനകളുടെ കൂട്ടത്തിൽ ഒരു തരത്തിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു കൽപ്പിച്ചതും പരാമർശിച്ചതുമായ ഒരു വിഷയമാണ് തൗബ. ഇപ്പൊ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ നൂറിലെ ഒരു ഭാഗമാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മുഴുവനായി തൗബ ചെയ്യണം. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ സത്യവിശ്വാസികളെ. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് തൗബ ചെയ്യണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. അപ്പൊ നമ്മുടെ വിജയത്തിന്റെ ഒരു കാരണം കിടക്കുന്നത് തൗബയിലാണ്. നിങ്ങൾ വിജയിക്കണം, അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ തെറ്റുകളും എല്ലാവരും എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അപ്പൊ തൗബ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാ തെറ്റുകൾക്കും തൗബയുണ്ട്, തൗബ പാശ്ചാത്താപമുണ്ട്. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വേണ്ടതുപോലെയുള്ള ധാരണക്കുറവാണ് ചില ആളുകളെ തൗബയിൽ നിന്ന് പിന്നോട്ട് അടുപ്പിക്കുന്നതോ തൗബ ചെയ്യാതാക്കുന്നതോ എന്നാണ് മനസ്സിലാവുന്നത്. വെറുതെ നാവിട്ടടിക്കുന്നതല്ല തൗബ. പഠിച്ചോനെ എനിക്ക് പുറത്തു തരണം എന്ന് നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല തൗബ. രണ്ട് തരം തൗബ ഉണ്ട്. ഒന്ന് 3 നിബന്ധനകൾ ഉള്ള തൗബ. രണ്ടാമത്തൊരു തൗബയുണ്ട് 4 നിബന്ധനകളുള്ള തൗബ. എന്തായിരുന്നാലും നിബന്ധനകൾ ഇല്ലാത്ത തൗബയാകൂല. അതാണ് ഈ നാട്ടിട്ടടിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നിബന്ധനകളോടുകൂടി ചെയ്യുന്ന തൗബ. അപ്പൊ നമ്മൾ ഷർട്ടൊക്കെ ഒത്തിട്ടാണല്ലോ നിസ്കരിക്കുക, ഷർത്തുകളോട് കൂടിയാണല്ലോ ഒതു എടുക്കുക. ഒതുവിന്റെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ടില്ലെങ്കിൽ ഒതുവാകുന്നില്ല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ആവണില്ല. ഇതുപോലെ തൗബക്കും ചില ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. അത് 3 നിബന്ധനകളുള്ള തൗബ ഉണ്ട്, 4 നിബന്ധനകൾ ആവശ്യമുള്ള തൗബയും ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന
തെറ്റുകുറ്റങ്ങളെ നോക്കിയിട്ടാണ് ഇതേത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു വിലക്കിയ കാര്യം ചെയ്തു എന്ന തെറ്റായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിനാണ് അവിടെ എന്ത് വന്നത്, ചെറിയൊരു തകരാറ് വന്നത്. വേറെ ചില തെറ്റുകളുണ്ട്, അള്ളാന്റെ അടുക്കലും തെറ്റാണ്, പടപ്പുകളോടും ചെയ്യുന്ന തെറ്റാണ്. അങ്ങനെ ചില തെറ്റുകൾ അള്ളാഹുവും വിലക്കിയതാണ്, അതോടൊപ്പം നമ്മുടെ പടപ്പുകളോട്, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ. അപ്പൊ എന്തായി, അള്ളാഹുവിനോടുള്ള കടമ്പ, അള്ളാഹു നമ്മളും മാത്രമായിട്ടുള്ള ഇടയിലുള്ള പ്രശ്നം മാത്രമല്ല, അള്ളാഹുവും നമ്മളും പടപ്പുകളും ഒരു ഘടകവും കൂടി ഇങ്ങനെ വരുന്ന തെറ്റുകൾ. ഇതിലാദ്യം പറഞ്ഞ തെറ്റ് അള്ളാഹുവും നമ്മളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയത്തിലെ തകരാറുകൾക്കാണ് തൗബ ചെയ്യണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഇനി പടപ്പുകളോടുകൂടി ബന്ധപ്പെട്ട ഒരു തെറ്റാണെങ്കിൽ അതിന് 4 നിബന്ധനകളുണ്ട്. ഈ 4 3 നിബന്ധനകൾ ഉള്ള തൗബയാവണം, എന്നാൽ ആ തൗബ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. എന്താണ് നിബന്ധന? നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ തൗബ ചെയ്യാം. ആ തൗബ ചെയ്യാനുള്ള ഒന്നാമത്തെ നിബന്ധന, ഈ ചെയ്ത തെറ്റിൽ നിന്ന് ഈ തൗബന്റെ സമയത്ത് വിട്ടു നിൽക്കണം. എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുമ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു രൂപത്തിൽ അത് പറ്റില്ല. തൗബ ചെയ്യണമെങ്കിൽ ചെയ്യുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം. രണ്ടാമത്തത്, ചെയ്തു പോയതിൽ ഖേദമുണ്ടാകണം. അയ്യടാ, ഞാൻ പഠിച്ചോളം തെറ്റാക്കിയ ഒരു കാര്യം ചെയ്തു പോയല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് എൻ്റെ അടുത്ത് സംഭവിച്ചു പോയല്ലോ എന്നൊരു ഖേദം ഉണ്ടാവണം. 2. മൂന്നാമത്തത്, ഇനി ഞാനത് ചെയ്യില്ല എന്ന് മനസ്സ് ഉറപ്പിക്കുകയും വേണം. ഇതാണ് 3 നിബന്ധന. ഇനി നേരത്തെ പറഞ്ഞ 4 നിബന്ധനകളിൽ 4ാമത്തെ നിബന്ധന ഏതായിരിക്കും? പടപ്പുകളോടും ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റാണെങ്കിൽ ഈ 3 നിബന്ധനകൾക്ക് പുറമെ 4ാമത്തെ നിബന്ധന, ആ പടപ്പ് നമ്മളോട് പൊരുത്തപ്പെടണം, അയാളെ കൂടി തൃപ്തിപ്പെടുത്തണം എന്നതാണ് നിബന്ധന. അപ്പൊ നമ്മൾ ആരെയെങ്കിലും ഗീബത്ത് പറഞ്ഞുപോയി, ആരെയെങ്കിലും നമീമത്ത് പറഞ്ഞുപോയി, ആരുടെയെങ്കിലും ധനം നമ്മൾ അപഹരിച്ചു, ആരെയെങ്കിലും നമ്മൾ ചതിയിൽ കുടുക്കി, ഇങ്ങനെയൊക്കെയുള്ള വിഷയമാണെങ്കിൽ നമ്മൾ ഈ 3 നിബന്ധനകളൊക്കെ അള്ളാഹിനോട് പാശ്ചാത്തപിക്കുന്നതിന് പുറമെ ഈ പറയപ്പെട്ട കക്ഷിയുണ്ടല്ലോ, നമ്മുടെ ആക്രമണത്തിന് വിധേയനായ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക കൂടി വേണം. 4 ഇങ്ങനെ 4 നിബന്ധനകളുള്ള തൗബയായി മാറും. ഏത് തെറ്റുകൾ സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തൗബ ചെയ്യണം. പക്ഷേ നമ്മളെ ചിലപ്പോൾ തൗബയിൽ നിന്ന് പിറകോട്ടടിപ്പിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യണ പണിയത് തൗബ അല്ലേ, അത് നോമ്പ് വരട്ടെ. ചിലയിടത്തിലൊക്കെ നോമ്പിനൊരു തൗബ ചടങ്ങുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, റമദാനിന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് ഒരു തൗബ. ഇതിനു വേണ്ടി കാത്തിരിക്കുക. ഒരിക്കലും അതെന്തല്ല, ശരിയല്ല. തൗബ ഒരു ചടങ്ങ് മാത്രം. പക്ഷെ തൗബ എന്താ? നമ്മൾ സ്വന്തം മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനത്തിന് പുറത്തു തരാൻ വേണ്ടിയിട്ടുള്ള തേട്ടമാണ് ഈ തൗബ, നിബന്ധനകളോടുകൂടിയുള്ള തേട്ടം. എന്നാൽ ഈ തൗബയിൽ നിന്ന് നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അത് പിശാചിന്റെ ദുർബോധനമാണ്. അത് നമ്മൾ തിരിച്ചറിയുക. ഇതാ പറയുന്ന മഹാൻ പിശാച് വന്നിട്ട് ഈ മനുഷ്യനോട് പറയും, മനസ്സ് നമ്മളോട് പറയാണ്, നീ എന്തിനെപ്പോ തൗബ ചെയ്യണത്? ഇപ്പൊ ഈ തൗബ ചെയ്താൽ ഈ തൗബയുടെ പരിശുദ്ധിയിൽ തന്നെ ഭാവി ജീവിതം കൊണ്ടുപോകാൻ നിനക്ക് ഉറപ്പുണ്ടാവും. ഈ തൗബ ചെയ്തപോലെ ഇനിയൊരു തെറ്റും ചെയ്യൂല, അങ്ങനെ തന്നെ നീ ശുദ്ധനായി തന്നെ മരിക്കോളം ജീവിക്കൂന്ന് ഉറപ്പുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസരം കിട്ടിയാൽ നമ്മൾ പിന്നെയും ചെയ്യുമല്ലോ, പിന്നെ വെറുതെ ഈ തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് കയ്യട്ടെ, മരിക്കാൻ നേരത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാം? തൗബ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്യുമ്പോ ഇതിനത്തും കൂടി ഒന്നിച്ചൊരു തൗബ മതിയല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിന് മന്ത്രിക്കും. ആര്? പിശാച് വന്നിട്ട് മന്ത്രിക്കും. അതിൽ നീ വഞ്ചിതനാവരുത്. അബ്ദുല്ലാഹി തങ്ങൾ അങ്ങനെ വഞ്ചിതനാവരുത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഇപ്പൊ തൗബ ചെയ്യും. ഇപ്പൊ തൗബ ചെയ്യുമ്പോൾ ഈ 3 നിബന്ധനകളൊക്കെ തൗബയാണെങ്കിൽ ആ തെറ്റ് പുറത്തപ്പെട്ടു. അപ്പൊ തെറ്റിനുള്ള തൗബയായി മാറി. പിന്നീട് രണ്ടാമതും അങ്ങനത്തെ ഒരു ചാൻസിൽ ഒരു അവസരം വന്നപ്പോൾ ഇവനെ തെറ്റ് ചെയ്തു നോക്കാം, അതിന് വേറെ തൗബ. പക്ഷെ നമ്മൾ എപ്പോഴും തൗബ ചെയ്യുമ്പോൾ ഇപ്പൊ നിലവിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, ചെയ്തതിൽ ഖേദം ഉണ്ടാവണം. ഇനി ചെയ്യില്ല എന്ന് മനസ്സ് ഉറപ്പിക്കണം. ഈ ഉറപ്പ് ചിലപ്പോൾ നാം തകർന്നു പോകും. തൗബ എല്ലാം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തെറ്റ് ചെയ്തു പോകും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പോഴെ തൗബ ചെയ്യാതെ ഒഴിവായി നിൽക്കണം എന്നല്ല, അത് ബുദ്ധിയല്ല.
മരിക്കൽ എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഏത് സെക്കൻഡിലാണ് നമ്മളെ മരണം വരിക എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ തൗബയില്ലാതെ മരിച്ചു പോകുന്നത് ഒരു ഭാഗ്യക്കേടാണ്. അത് നമ്മളെ തിരിച്ചറിയണം. അടുത്ത കൊല്ലം റമദാൻ വരെ നമ്മൾ കാത്തുവെക്കുമോ? അപ്പൊ നമ്മൾ മരിപ്പ് നമ്മളെ കാത്തുവെക്കുമോ? നമ്മൾ റമദാൻ വരട്ടെ തൗബ ചെയ്യാനും കാത്തിട്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു ആയുസ്സുണ്ട്, നമ്മൾ കുറച്ചു കാലം കൂടി ജീവിക്കും, മരിക്കാൻ നേരത്തെ തൗബ ചെയ്താൽ മതി. അപ്പൊ അത്ര കാലം നിങ്ങളൊന്നും എന്തോ ഉറപ്പാണോ? ഇപ്പൊ കണ്ടവൻ അടുത്ത സെക്കൻഡ് കാണുന്നില്ല. മിണ്ടിക്കൊണ്ടിരിക്കുന്നവൻ ഒരു സെക്കൻഡ് കൊണ്ടാണ് മിണ്ടാണ്ടാവുന്നത്. മരിച്ചു പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ തന്നെ എപ്പോഴും എണ്ണത്തിന്റെ അവസ്ഥ അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തൗബ ചെയ്യുന്നത് പിന്നീട് ആ തെറ്റ് ചെയ്തു പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പൊ തൗബ ചെയ്യാതിരിക്കുകയല്ല. എപ്പോഴാണോ തെറ്റ് സംഭവിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം പടച്ചോനെ ഈ തൗബയുടെ പരിശുദ്ധിയിൽ തന്നെ ഞങ്ങളുടെ ബാക്കി കാലവും ജീവിപ്പിക്കണേ എന്നുകൂടി തൗബയുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദ്വാരക്കണം എന്നാണ്. പക്ഷെ ചിലപ്പോൾ പിന്നെയും മനുഷ്യൻ തെറ്റ് ചെയ്തേക്കാം. അപ്പൊ തെറ്റ് ചെയ്താൽ അപ്പൊ വേറെ തോന്നില്ല. അള്ളാന്റെ ദൂതൻ പറയുന്നു, ഒരു ദിവസം തന്നെ തൗബ ചെയ്തു, പിന്നെ തെറ്റ് ചെയ്തു, പിന്നെ അങ്ങനെ 70 വട്ടം ആവർത്തിച്ച് ചെയ്യേണ്ടി വന്നാൽ പോലും തൗബ ചെയ്യുന്ന സമയത്ത് നിബന്ധന ഒത്തിട്ടുണ്ടെങ്കിൽ ആ തൗബ തന്നെയാണ്. അതിന് യാതൊരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ ദൂതൻ പറയുന്ന നിർത്താൻ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് തൗബ ചെയ്യണം. ഖബല അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഇനി മരിപ്പ് എപ്പാന്ന് അറിയില്ല. അപ്പൊ എപ്പോഴാണോ തെറ്റ് സംഭവിക്കണം അപ്പൊ തൗബ ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. സ്വാലിഹായ അമലുകൾ ചെയ്യണം, സത്കർമ്മങ്ങൾ വേഗത്തിൽ ചെയ്യണം. ഖബല അൻ തുശ്ഗലു, നേരം കിട്ടാതെ സത്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതായി പോകുന്ന സമയം വരും. അതിനു മുമ്പേ നമ്മൾ ചെയ്യണം. വേഗം ഉള്ള സമയത്ത് സത്കർമ്മങ്ങൾ പരമാവധി ചെയ്യുക. നിങ്ങളും റബ്ബുമായിട്ടുള്ള ആ കണക്ഷൻ അത് പുതുക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളും റബ്ബുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ ബന്ധം ചേർത്തുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് റബ്ബ് നമ്മളുമായിട്ടുള്ള ചിന്തയെ ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പുതുക്കുക? അള്ളാഹുവിനെ കൂടുതൽ ഓർക്കൽ കൊണ്ടാണ്. എപ്പോഴും ദിക്ർ ചെല്ലുക, നടക്കുമ്പോൾ ദിക്ർ, അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ദിക്ർ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കയറുമ്പോഴുള്ള ദിക്ർ, എത്രത്തോളം ബാത്റൂമിൽ കയറുമ്പോൾ കണ്ടാസിലേക്ക് പോകുമ്പോൾ പോലും ദിക്ർ, തിരിച്ചിറങ്ങുമ്പോഴും ദിക്ർ. ഇങ്ങനെ നമ്മളെ പടച്ചോനെ ഇടയ്ക്കിടെ ഓർത്തുകൊണ്ടിരിക്കുക. ഒരു നന്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാ, ഒരു വിഷമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇല്ലാതെ പറയാ. അങ്ങനെ എപ്പോഴും റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്ന ദിക്റുകൾ നമ്മുടെ നാവിലൂടെ ഹൃദയത്തിലൂടെ വരിക എന്നുള്ളതാണ് റബ്ബ് നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തെ എങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കണം എന്നാണ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഈ രക്ഷകാരിയായ തൗബയെ നമ്മൾ കൂട്ടിപ്പിടിക്കണം, അതുമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കണം, അതിനുമായിട്ട് നമ്മൾ കൂടുതലായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹുവേ, നിങ്ങൾക്ക് എല്ലാവർക്കും തൗബ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നസൂഹായ തൗബ കൊണ്ട് നിങ്ങളെ ഭാഗ്യശാലികളാക്കണേ അല്ലാഹ്. എപ്പോഴാണോ ഞങ്ങളുടെ മരണം, ആ മരണത്തിന് മുമ്പ് തൗബ ചെയ്ത് ശുദ്ധിയായ ഹൃദയത്തോടുകൂടി മരിക്കാൻ ഉള്ള മഹാഭാഗ്യം നീ നൽകണം റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരുമുണ്ട്, അവരുടെയും ഞങ്ങളുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.